വെൽക്കം ടു ബാരി ബോയ്സ് ചാനൽ. ഇന്ന് ഞങ്ങൾ അക്കൗണ്ടിങ് സെഷൻ്റെ മൂന്നാമത്തെ ക്ലാസ്. ഞങ്ങൾ ഫസ്റ്റ് രണ്ട് ക്ലാസ്സിൽ അക്കൗണ്ട്സ് ചൊന്ന എന്തിനായിട്ട് പഠിച്ച അതിൽ പിന്നത്തെ ക്ലാസ്സിൽ ട്രാൻസാക്ഷൻ്റെ ಬಗ್ಗೆ ഞങ്ങൾ അറിഞ്ഞ ഞങ്ങൾക്ക് ഇപ്പോൾ അർത്ഥമായി അക്കൗണ്ട്സ് ചൊന്നെങ്കിൽ ഒരു സിസ്റ്റം അതിൽ റെക്കോർഡാക്കിയിട്ട് ക്ലാസിഫൈ ആക്കിയിട്ട് സമ്മറൈസ് ആക്കിയിട്ട് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആക്കറി ஒரு சிஸ்டம் அக்கௌண்ட் சொல்கிறது நாங்கள் படித்தோம். அதில் பின்ன நாங்கள் ಟ್ರಾನ್ಸಾಕ್ಷನ್ರ ಬಗ್ಗೆ படித்தோம். ಈ ಟ್ರಾನ್ಸಾಕ್ಷನ್ ಚೊಂದೆಂಗೆಂದರೆ ഒരു ಟ್ರಾನ್ಸಾಕ್ಷನ್ಲಿ ആരെല്ലാം ഇൻവോൾവ് ആടോರು ಇಂದರೆ ಟೈಪ್ ಟ್ರಾನ್ಸಾಕ್ಷನ್ ಎಲ್ಲ ಉಂಡು ಚೊಲ್றது ഞങ്ങൾ നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ ഈ ട്രാൻസാക്ഷൻ്റെ ಬಗ್ಗೆ ഡീപ്പായിട്ട് ഞങ്ങൾ പഠിക്കാം. ഇന്ന് ഞങ്ങൾ ട്രാൻസാക്ഷൻ്റെ ക്ലാസിഫിക്കേഷനും അക്കൗണ്ടിങ് എഫക്റ്റರ ಬಗ್ಗೆ ഞങ്ങൾ നോക്കാം. ഇപ്പം എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ ആഗ്രഹിച്ചെന്നെങ്കിൽ ഈ ട്രാൻസാക്ഷൻ വേറെ വേറെ നേച്ചറിലിരിക്കും. അതിരെ നേച്ചറിൻ്റെ ബേസിൽ ഞങ്ങൾ അതിരെ വേറെ വേറെ സെഗ്രിഗേറ്റ് ആക്കി വെക്കാം. ഈ ട്രാൻസാക്ഷന് ഞങ്ങൾക്ക് ഫൈനാൻഷ്യൽ അനാലിസിസും ബിസിനസ് ട്രാക്കിങ്ങിക്ക് ഈസി ആക്കരുത്. ഒരു അക്കൗണ്ടൻറ്റിക്ക് ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ അത് ഏതും ചൊന്നിട്ടും റിയലൈസ് ആയില്ലെങ്കിൽ അയാൾക്ക് ആ ട്രാൻസാക്ഷൻ്റെ റെക്കോർഡാക്കാൻ സാധ്യമില്ല. ഇപ്പം മേജർലി ആയിട്ട് ഞങ്ങൾ നോക്കുമെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ఉంటుండు, క్రెడిట్ ట్రాన్సాక్షన్ ఉంటుండు, రెవెన్యూ ట్రాన్సాక్షన్ ఉంటుండు, క్యాపిటల్ ట్రాన్సాక్షన్, పర్సనల్ ట్రాన్సాక్ഷൻ, ബിസിനസ് ട്രാൻസാക്ഷൻ, ഇൻറ്റർണൽ എക്സ്റ്റർണൽ ഇങ്ങനെ വേറെ വേറെ ട്രാൻസാക്ഷനുകളുണ്ട്. ഇത് മേജർ ട്രാൻസാക്ഷനുകളുടെ ടൈപ്പ് ആയിട്ടിരിക്കും. ഞങ്ങൾ വൺ ബൈ വൺ നോക്കാം. അതിൽ എങ്ങനെ അക്കൗണ്ടിങ് എഫക്റ്റ് ആവുക ചൊല്ലുന്നത് ഞങ്ങളുടെ അർത്ഥാക്കാം. ഫസ്റ്റ് ഞങ്ങൾ ക്യാഷ് ട്രാൻസാക്ഷൻ നോക്കാം. ഫോർ എക്സാമ്പിൾ എന്തിനായും ഒരു സാമാനം സ്റ്റോറിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ സെയിലായി പോകുമ്പോഴത്തേക്കും അവിടേക്ക് ക്യാഷ് ഇമ്മീഡിയറ്റ് ആയിട്ട് പണ്ട് അവിടെ ക്യാഷിന് മേലൊരു ഇമ്മീഡിയറ്റ് എനിക്കത്തെ എഫക്റ്റ് ബിസിനസ്സിക്ക് പണ്ട്. ഇൻ കേസ് ക്യാഷ് പർച്ചേസ് ആയെങ്കിൽ ഈ എഫക്റ്റ് ഞങ്ങൾ കാണുക കിട്ടും. അതേക്ക് എനിക്ക് ഞങ്ങൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്തിനായും ഒരു സാമാനം കടത്തിൽ വിറ്റ് പോയെങ്കിൽ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് കിട്ടില്ല. ഞങ്ങൾക്ക് അക്കൗണ്ടിൽ റിസീവബിൾ ചൊല്ലുന്നത് ഒരു പുതിയൊരു അധ്യായം അവിടെ ഓപ്പൺ ആവും. ഇത് ക്യാഷ് സെയിലും ഇത് ക്രെഡിറ്റ് സെയിലും ക്രെഡിറ്റ് പർച്ചേസിലും ഇതേ എഫക്റ്റ് എന്ന് ചൊന്നെങ്കിൽ ഒന്ന് അക്കൗണ്ട് റിസീവബിൾ അല്ലെങ്കിൽ അക്കൗണ്ട് പേയബിൾ ജനറേറ്റ് ആവും. നെക്സ്റ്റ് ട്രാൻസാക്ഷന് പേഴ്സണൽ ട്രാൻസാക്ഷൻ. ഇത് ഓണർ ഇട്ടിക്ക അല്ലെങ്കിൽ സ്റ്റാഫ് ഇട്ടിക്ക ഈ റിലേറ്റഡ് എനിക്കത്തെ ട്രാൻസാക്ഷൻ ആയിട്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ചൊല്ലുറെങ്കിൽ മൊബൈൽ റീചാർജ് ആക്കിയത് അത് ഇവിടെ ഓണർക്ക് ഉണ്ടായെങ്കിൽ അത് അവിടെ ഡ്രോയിങ് ക്രിയേറ്റ് ആക്കട്. അതൊക്കെ എനിക്ക് സ്റ്റാഫ് കിട്ടുന്നെങ്കിൽ ക്യാഷ് അഡ്വാൻസാ സാലറി പേയ്മെൻറ്റാ ഇങ്ങനത്തെ പുതിയ പുതിയ അധ്യായത്തെ ഇത് ക്രിയേറ്റ് ആക്കരുത്. ഇത് ഇൻറ്റർണൽ ട്രാൻസാക്ഷനുമായിട്ടിരിക്കും. അതേപോലെ എക്സ്റ്റർണൽ ബിസിനസ് ട്രാൻസാക്ഷൻ ചൊന്നെങ്കിൽ ഞങ്ങൾ സാമാൻ പുറത്തെ പർച്ചേസ് ആക്കണം. അത് ക്യാഷിലാവാം ക്രെഡിറ്റ് ആവാം. ക്യാഷിലായെങ്കിൽ ഞാൻ ചൊന്ന എനിക്ക് ഇമ്മീഡിയറ്റ് എഫക്റ്റ്, ക്രെഡിറ്റ് ഉണ്ടായെങ്കിൽ പേയബിൾ ക്രിയേറ്റ് ആക്കരുത്. ಅದರೊಟ್ಟಿಗೆ ಇನ್ವೆಂಟರಿ ಕಂಪನಿಗಮ ಶಾಪ್ಗಮ ಸ್ಟೋರ್ಗೆ ಅದು ಕೊಂಡು ಬಂದು ಇಪ್ಪ ಇದೇ ಇಟ್ಟಿಕ್ರಿ ಮೇಜರ್ ಕ್ಲಾಸಿಫಿಕೇಷನ್. ನಂಗೆ ನೆಕ್ಸ್ಟಿಗೆ ಇದು ಎಂದಕ್ಕೆ ನಂಗೆ ನೋക്കാം. ഈ ക്ലാസിഫിക്കേഷൻ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ്റെ അർത്ഥാക്കോക്കും ഈസി ആക്കരുത്. ഒരു ജേർണൽ എൻട്രി, ബുക്ക് കീപ്പിംഗ്, അതേക്ക് എനിക്ക് ഇൻറ്റർണൽ കൺട്രോൾ, ഓഡിറ്റ് റെഡിനെസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ്റെ അവോയ്ഡ് ആക്കോക്കും ഈ ക്ലാസിഫിക്കേഷൻ ഈസി ആക്കരുത്. ഞങ്ങൾ ഒരു ബ്രീഫ് ആയിട്ട് ചൊല്ലുമെങ്കിൽ ഈ ക്യാഷ് ട്രാൻസാക്ഷന് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ആക്കണമെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ആയിട്ടിരിക്കും. ക്രെഡിറ്റ് ലേറ്റർ സ്റ്റേജിൽ പേ ആക്കരുത്. അതൊക്കെ എനിക്ക് റവന്യൂ ട്രാൻസാക്ഷൻ ഉണ്ടായെങ്കിൽ ഇൻകം റിലേറ്റഡും, ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ ഉണ്ടായെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അസറ്റ് റിലേറ്റഡും, പേഴ്സണൽ ട്രാൻസാക്ഷൻ ഉണ്ടായെങ്കിൽ എംപ്ലോയി അല്ലെങ്കിൽ ഡ്രോയിങ്ങും, ഇൻറ്റർണൽ ഉണ്ടായെങ്കിൽ വിതിൻ ദ ബിസിനസ് ആയിട്ടിരിക്കും. അതൊക്കെ എനിക്ക് എക്സ്റ്റർണൽ ഇങ്ങനത്തെ എല്ലാ കാറ്റഗറി ഇതിൽ കവർ ആവും. ഇപ്പം ഞങ്ങൾ ಅಕೌಂಟಿಂಗ್ ಎಂದರೆ ಚೊಂದಿಟ್ಟು, ಟ್ರಾನ್ಸಾಕ್ಷನ್ ಎಂದರೆ ಚೊಂದಿಟ್ಟು, ಟ್ರಾನ್ಸಾಕ್ಷನ್ಡೆ ಕ್ಲಾಸಿಫಿಕೇಷನ್ ಎಂದರೆ ಚೊಂದಿಟ್ಟು ನಂಗೆ ಇಂಡು ಅರ್ಥ ಆಕ್ಯ. ನೆಕ್ಸ್ಟಿಗೆ ನಂಗೆ ಇದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟನಿಗೆ ಡಾಕ್ಯುಮೆಂಟ್ರ ಬಗ್ಗೆ ನಂಗೆ ಡಿಸ್ಕಸ್ ಆಕ. ಎವ್ರಿ ಟ್ರಾನ್ಸಾಕ್ಷನ್ ಸ್ಪೀಕ್ಸ್ ಎ ವಾಯ್ಸ್ ಅಕೌಂಟೆಂಟ್ ಲಿಸನ್ಸ್, ಕ್ಲಾಸಿಫೈಸ್ ಆ್ಯಂಡ್ ಗಿವ್ಸ್ ಇಟ್ ಮೀನಿಂಗ್.